പാചകം അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നമ്മുടെ ഫീൽഡിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു മോള് കുറേ നല്ല ക്യാരക്ടർ ഷോർട്ട് ഫിലിംസിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? നല്ല നല്ല ക്യാരക്ടേഴ്സ്, മോർ ദാൻ ഫിലിംസ്. 10 ഷോർട്ട് ഫിലിമാണ്. ഇപ്പം 10ാമത്തെ ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ റിലീസിന് ഉണ്ടായിട്ടുള്ളത്. ലാസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ള പെർഫ്യൂം എന്ന് പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ ചേച്ചിയോട് പറഞ്ഞ പോലെ തന്നെ ഫിലിമിനേക്കാൾ കൂടുതൽ ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുള്ള ഷോർട്ട് ഫിലിംസിലാണ്. ഇപ്പോൾ റാന്തലിൽ ഒരു പക്ക കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവത്തിൽ അത്രയും ഒരു പഴയ കാലത്തൊരു സാധനം ചെയ്തിട്ടുള്ളത്. അതുപോലെ ബ്രാന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തൊക്കെ എൻ്റെ ഒരുവിധം എല്ലാ ഷോർട്ട് ഫിലിംസും വിവാദമായിട്ടുള്ള ഷോർട്ട് ഫിലിംസ് തീർച്ചയായിട്ടും. അപ്പം ശരിക്കും ഭയങ്കര നല്ല ഇതായിട്ടാ നേരിട്ടത് അല്ലേ? അത്യാവശ്യം ബോൾഡാണ്. എൻ്റെ ക്യാരക്ടർ പൊതുവേ ബോൾഡാണ്. അപ്പം അത് കാരണം ഉള്ള കാര്യം ഉള്ളത് തുറന്ന് അപ്പം തന്നെ പറയും. ഇന്നത്തേക്ക് വെക്കാറൊന്നുമില്ല. ഫേസ്ബുക്കിലൊക്കെ വലിയ പോസ്റ്റ് ഒക്കെ എന്ത് ഫേസ്ബുക്കിലാണെങ്കിലും ഇപ്പോൾ സൈബർ അറ്റാക്സ് വന്നാലും ഫേസ്ബുക്കിൽ ആരെങ്കിലും എന്തെങ്കിലും കമൻസ് വന്നാലും ഒക്കെ ഈ പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളത് അപ്പം പറയും ഞാൻ. കാരണം അത് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിനോ അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ മാത്രം എനിക്ക് അന്ന് അങ്ങനെ പറ്റിയ അതിൽ കാര്യമില്ല. നമ്മൾ പറയേണ്ടത് അപ്പം പറഞ്ഞാൽ അവിടെ തീരും. അങ്ങനെ അല്ല, ഇപ്പം നമ്മൾ അങ്ങനെ പറയുവാന്ന് വിചാരിച്ചോ. നമ്മളെയൊക്കെ ബേസിക്കലി പഠിപ്പിക്കുന്ന എങ്ങനെയാ പറയാം, പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ ആരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കരുത്, തൻ്റെടി അഹങ്കാരി ധിക്കാരി എന്നുള്ളൊരു പേര് വരും, അടങ്ങി നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരെയും പഠിപ്പിച്ചു വരുന്നത്. പക്ഷെ ഇപ്പത്തെ ഈ കാലത്ത് പെൺകുട്ടികൾ അങ്ങനെ നിൽക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ അങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ പോയി. ഇപ്പൊ നമുക്കറിയാം, നമുക്കിപ്പൊ തന്നെ എല്ലാ വഴി കൂടെ നമ്മൾ കിട്ടുന്ന ന്യൂസസ് അങ്ങനെയാണ്. ഒരു കുട്ടിക്കും ഈ പറഞ്ഞ തൻ്റെ ഇടത്തോളം നിൽക്കുന്ന കുട്ടികൾ പോലും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബീങ് എ വിമൻ, മോൾ എന്തൊരു അഡ്വൈസാണ് അവർക്കൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഈവൻ ഫേസ്ബുക്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ റിയാക്ട് ചെയ്താൽ നമുക്ക് അതിന്റെ തിരിച്ചടി കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കാമല്ലോ. നമുക്ക് എന്തായാലും പോസിറ്റീവ് അല്ല. തീർച്ചയായിട്ടും ഒരുപാട് കേൾക്കേണ്ടി വരിക. പക്ഷെ ഞാൻ എപ്പോഴും സോഷ്യലാണ്, ഞാൻ എൻ്റെ പേജിലൂടെയും പറയാറുണ്ട്, അതുപോലെ ലൈവിലൊക്കെ വരുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളപ്പോൾ അത് തിരിച്ച് പറയും. ഇപ്പം ഞങ്ങളുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയ എൻ്റെ ഒരു സിനിമ തീരുമാനം എന്ന് പറഞ്ഞിട്ട്, ആ സിനിമയിലും സന്തോഷേട്ടൻ അതിൽ മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സന്തോഷേട്ടൻ എടുക്കുന്ന ഒരു തീരുമാനമാണ് ആ ഫാമിലി കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത്, ആ സിനിമ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ ചില സമയത്ത് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളത് ശരിയാവോ തെറ്റാവോ എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൈക്കൊള്ളുന്നൊരു തീരുമാനമാണ്. അപ്പോൾ അത് ശരിയാവുമെന്ന വിശ്വാസം നമ്മളത് പോവാന്നുള്ളതാണ്. അപ്പം പോയിട്ട് ഇപ്പം അതിനെന്തൊക്കെ കോൺസിക്വൻസ് വരും, എങ്ങനെയായിരിക്കും സൊസൈറ്റി നമ്മളോട് ബിഹേവ് ചെയ്യുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് പിന്നോട്ട് മാറും. അപ്പം അതിനെപ്പറ്റി ചിന്തിക്കാതെ, കാരണം എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തന്നെ നമ്മുടെ ജീവിതം ജീവിക്കേണ്ടത്. ഇവരാരും വന്ന് നമ്മൾ ജീവിപ്പിക്കില്ല അല്ലേ? നന്നായ കൂടത്തിൽ അത്രയേ ഉള്ളൂ. അപ്പം അത് നമ്മൾ വിട്ടേക്കുക. കാരണം അവർ അങ്ങോട്ടും മാറും ഇങ്ങോട്ടും മാറും. അപ്പം നമ്മൾ ജീവിക്കണം, നമ്മൾ തന്നെ മുന്നോട്ട് പോകണം. അപ്പം നമ്മൾ നമ്മുടെ കാര്യം നോക്കുക എന്നുള്ളതാണല്ലോ. കാരണം അവരെന്ത് പറയുന്നു വിചാരിച്ച് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ ആ പറയുന്നവർ കുറ്റം പറയും. ഇപ്പം നമ്മൾ പറഞ്ഞത് അത് ശരിയായി കഴിഞ്ഞാൽ എന്നാ പറഞ്ഞതുകൊണ്ട് അത് ശരിയായി എന്നും പറയും. അപ്പം എല്ലാം അത് പിന്നെ ഓരോ ആൾക്കാരുടെ മെൻറ്റാലിറ്റി വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാൻ എപ്പോഴും കുട്ടികളോടും പറയാം, അപ്പം നമ്മുടെ ഫീൽഡിലോട്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ട്. അവരോടും പറയാറുണ്ട് ഞാൻ പലപ്പോഴും ചെന്ന് പെടരുത് എന്ന്. കാരണം നമ്മൾ പെടുത്താൻ വേണ്ടി ഒരുപാട് പേര് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. നമ്മൾ ചിലപ്പോൾ അറിയുന്ന ആൾക്കാരായിരിക്കില്ല, ഈ ഫിലിമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ അവർ പറയും ഞങ്ങൾ കോർഡിനേറ്റേഴ്സാണ്, ഞങ്ങൾ സിനിമയിലേക്ക് എത്തിക്കാമെന്ന് പറയും. പിന്നെ വേറെ വഴിക്ക് പോകുന്ന ഒരുപാട് കഥകൾ കേൾക്കുന്നു, റൈറ്റ് ട്രാക്കിൽ കൂടെ പോകും. അതെ. അപ്പോൾ അതും ഞാൻ പറയാറ്, നിങ്ങൾ നോക്കി കണ്ട് നല്ല നല്ല ഓഡിഷൻസ് വരുമ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യും. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. കഴിവാണല്ലോ നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല, അല്ലാതെ നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി ഒന്ന് വഴങ്ങിക്കൊടുത്ത് നിങ്ങൾ ഒരു ക്യാരക്ടർ കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ട് ആ വഴിക്ക് പോയാൽ ഒന്നിൽ നമ്മൾ വീണാൽ എല്ലാത്തിലും നമ്മൾ വീഴേണ്ടി വരും. ഇന്ന് ഒരാളായിരിക്കും, നാളെ 100 ആളായിരിക്കും. അപ്പോൾ അവരോട് അപ്പോഴും ഞാൻ പറയാനുള്ള കാര്യം വെച്ചാൽ നമുക്കൊരു കാര്യം തലയിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ എത്തും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ലെവലും ഇല്ലാതെ ഇങ്ങോട്ട് ഒരു വഴിയേ എനിക്ക് ഉണ്ടായിരുന്നില്ല. സിനിമയോ സീരിയലോ ഒന്നും എൻ്റെ ആ ഒരു ചിന്തയിലല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു ഇഷ്ടം. അതായിരുന്നു +2 കഴിഞ്ഞപ്പോഴേ അതിന് പോകണമെന്നാണ് പറഞ്ഞത്. സൈക്കോളജി പഠിക്കുന്നേ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതൊക്കെ ഞാൻ ആ ഒരു തീർച്ചയായിട്ടും എന്നെ തേടി വന്നതാണ്. അപ്പോൾ എനിക്ക് പോകേണ്ട ട്രാക്ക് ദയവായിട്ട് കാണിച്ചു തന്നാണ്, അതിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാന്നുള്ളൂ. അല്ലാതെ നമ്മളിത് വേണം എന്ന് പറഞ്ഞു പോയാൽ ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴി മാറിപ്പോവും. ഓക്കെ. ഇപ്പം ഞാൻ ഒരു മോഡലിംഗ് ആയതുകൊണ്ടായിരിക്കും ഞാൻ വന്നപ്പോൾ തൊട്ടേ ശ്രദ്ധിക്കുന്നുണ്ട്, ഓർണമെന്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തില്. തീർച്ചയായിട്ടും ഇങ്ങനെ വെറൈറ്റി ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്ന ഓർണമെന്റ്സിനും ഡ്രസ്സിനുമാണ്. എനിക്ക് വീട്ടിൽ ഡ്രസ്സ് വെക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ് അത് മോഡലിംഗിന്റെ ഒരു സാധനം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. മോഡലിംഗ് കിടക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കല്ല. അമ്മയ്ക്കും പണ്ട് തൊട്ടേ ഒരുക്കിക്കൊണ്ട് നടക്കാൻ ഭയങ്കര പെൺകുട്ടികളെ ഒരുക്കിക്കൊണ്ട് നടക്കാൻ അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള അതുണ്ടായിരുന്നു. അതിനുശേഷം വന്നപ്പോഴും പിന്നെ ഞാൻ കുറച്ചു കാലം കംപ്ലീറ്റ് വിട്ടു. കാരണം പഠിച്ച ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലാണ്.
അപ്പോൾ CSIൻ്റെ അവിടെ ഒന്നും പാടില്ല. നമുക്ക് കമ്മല് ചെറിയ പൊട്ട് കമ്മലൊക്കെ യൂസ് ചെയ്യാം, പൊട്ട് തൊടാൻ പാടില്ല, മാല ഇടാൻ പാടില്ല. പിന്നെ സ്കൂളിൽ പൊതുവെ ഗോൾഡ് അലൗഡ് അല്ല, അപ്പോൾ പാദസരം ഇടാൻ പാടില്ല, അതൊക്കെ ഫൈനാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കാലം ഈ പറഞ്ഞ പോലെ പെന്തക്കോസ്റ്റൊക്കെ പോലെ ഒന്നും ഇടാതെ ഈവൻ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യില്ലായിരുന്നു. പക്ഷേ പിന്നെ ഈ ഫീൽഡിലോട്ട് വന്നപ്പോൾ കംപ്ലീറ്റ് മാറി, എൻ്റെ ഉള്ളിലെ ഇഷ്ടങ്ങളൊക്കെ തിരിച്ചു വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞു ഫാഷൻ ഡിസൈനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൗസും സെൽവാസും ഒക്കെ ആണെങ്കിൽ ഞാൻ തന്നെ ഓണായിട്ട് പറഞ്ഞു കൊടുക്കും. ചെയ്യാനിത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, പക്ഷെ പറഞ്ഞു കൊടുക്കും, വരച്ചു കൊടുക്കും. അപ്പോൾ ഫ്യൂച്ചർ വല്ല ബുട്ടീക്ക് അങ്ങനെ ഇടാൻ താല്പര്യം? സത്യം പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. എനിക്ക് കുക്കിങ്ങിനോടുള്ള ഇഷ്ടം കാരണം അതല്ല, ഇതിപ്പോ അവിയല് പരുവാണ്. ഇത് എന്നാത്തിൽ പോവും? കുക്കിങ്ങിൽ പോവോ, ഫാഷൻ ഡിസൈനിങ്ങിന് പോവോ, പ്രൊഡക്ഷനിൽ പോവോ, ഡയറക്ഷനിൽ പോവോ? കുഞ്ഞെ, ഞാൻ വന്ന് ആദ്യം ചോദിച്ച ചോദ്യമാണ്, ഏതെങ്കിലും ഒറ്റ ഒന്നിലേ നിൽക്കാൻ പാടുള്ളൂ. അതിപ്പോ എന്തായാലും ഇപ്പൊ പ്രൊഡക്ഷൻ തുടങ്ങുന്നതുകൊണ്ട് അവിടെ എന്തായാലും നിന്നേ പറ്റൂ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നിന്നേ പറ്റൂ. അപ്പൊ അവിടെ എന്തായാലും നിൽക്കും. കാരണം എനിക്ക് അച്ഛന്റെ സ്ക്രിപ്റ്റ് തിരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പം അവിടെ നിൽക്കുന്നു, ഞാൻ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. അപ്പൊ ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ട് തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഇങ്ങനെ പെയിന്റിംഗ് വർക്ക്സ്. പ്രൊഡക്ഷൻ ഇപ്പൊ നമുക്കൊരു സൈഡ് ആയി കഴിഞ്ഞാൽ 2-3 സ്ക്രിപ്റ്റ് പോയി കഴിഞ്ഞാൽ നല്ല വർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ആളുകളിലേക്ക് എത്തി. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് അതിങ്ങനെ ത്രൂ ആയിട്ട് പോവുമല്ലോ. ആ സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ചാടാമല്ലോ, കുഴപ്പമില്ല. അത് കറക്റ്റ്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും ഫുഡിയാണ്, ഭക്ഷണം എങ്ങനെയാണ് ഡെയിലി റൂട്ടീൻ? പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം നോൺ വെജാണ്, കഴിക്കാൻ ഇഷ്ടം നോൺ വെജാണ്. വെജ് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ കുറവാണ്. പിന്നെ ഈ ലീഫി വെജിറ്റബിൾസ് ഒക്കെ പറഞ്ഞ പോലെ ചീര, മുരിങ്ങയില, നാടൻ ഫുഡാണ് ഇഷ്ടം. വീട്ടിൽ നിന്ന് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ജങ്ക് ഫുഡ്സ് കഴിക്കും, നമ്മുടെ ഒരു ഇഷ്ടങ്ങളനുസരിച്ച് കഴിക്കും. പക്ഷെ എന്ത് കഴിച്ചാലും കുറച്ചേ കഴിക്കൂ. അപ്പം ചപ്പാത്തി ആണെങ്കിൽ 2 കഴിക്കൂ. ഇപ്പം ചിക്കൻ ഇഷ്ടമെന്ന് പറയുമ്പോൾ എല്ലാവരും ചിക്കൻ നന്നായിട്ട് കഴിക്കുമെന്ന്, അതും ചിലപ്പോൾ 2 പീസ് കഴിച്ചാൽ ഞാൻ നിർത്തും. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പാചകം ഇത്രയും നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ പാചകത്തിന് ഒന്ന് വിലയിരുത്തും. 3000-ഓളം റെസിപ്പി ചെയ്തിരിക്കുന്ന ഒരു വലിയ ജഡ്ജായിട്ട് വേണമെങ്കിൽ കൂട്ടാം. എനിക്ക് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. ഉള്ളി സവോള അരച്ചിട്ടുണ്ട് അല്ലേ, അരച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് പെപ്പറിൻ്റെ ഫീൽ നന്നായി, എനിക്ക് പൊതുവെ കുരുമുളക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പെപ്പറിൻ്റെ ഫീൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഓൾ ടുഗെദർ പറയും. അല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കഴിച്ചാൽ എനിക്ക് പറ്റിയ ഡിഷാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം അതുപോലെ ഈ പറഞ്ഞ പോലെ എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അച്ഛൻ കുറേ റെസിപ്പീസ് മൂക്ക് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് കുട്ടികളെല്ലാവരും ജങ്ക് ഫുഡ്സ് ഒരുപാട് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഇവർ ജിമ്മിലെല്ലാം പോയിട്ട് ഒരു ദിവസം ചീറ്റ് ഡേ എന്ന് പറഞ്ഞൊരു സാധനം വെക്കാം. അത് ജിമ്മിൽ പോകുന്ന കുട്ടികൾക്ക്. തീർച്ചയായിട്ടും ഇത് അങ്ങനെയല്ല, നമുക്ക് വൺസ് ഇൻ എ വീക്ക് ഒരു ദിവസം ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ജ്യൂസോ അല്ലെങ്കിൽ ഫുഡോ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? നമ്മുടെ ഇൻറ്റസ്റ്റൈൻസ് ഒക്കെ ക്ലീൻ ആയി നമ്മുടെ ബോഡി ഒന്ന് ഡെയിലി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നെല്ലിക്ക ജ്യൂസ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ കുമ്പളങ്ങയുടെ ജ്യൂസ് അത് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ നാരങ്ങ വെള്ളം കുടിക്കണം, പഞ്ചസാര ഒന്നും ഇടാതെ രാവിലെ നാരങ്ങ മാത്രം പിഴിഞ്ഞിട്ട് വെള്ളം കുടിക്കണം, നാരങ്ങ ജ്യൂസ്. വേറെ എന്തെങ്കിലും അച്ഛൻ ഇതാണ് മെയിനായിട്ട്, അതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. കാരണം രാവിലെ നമ്മൾ കഴിക്കുമ്പം രാവിലെ കുടിക്കുമ്പം അതിനേക്കാൾ നല്ലൊരു മെഡിസിൻ നമ്മുടെ ലൈഫിലില്ല. നമ്മൾ സ്കിന്നൊക്കെ നന്നായിട്ട് ഇതാവും, ഹെൽത്തി ആയിട്ടിരിക്കും, നമ്മുടെ സ്കിന്ന് ഭയങ്കര ഭംഗിയായിരിക്കും, കാണാൻ ഭംഗി കൂടും. ലെമണാണ് ഏറ്റവും നല്ല മെഡിസിൻ. പറ്റുവാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഏറ്റവും ബെസ്റ്റ് അതാണ്. അതിനേക്കാൾ നല്ലൊരു മെഡിസിൻ ഇല്ല.